എടി എന്തിനു കരയുന്ന? ഞാനിന്ന് ബസ്സിലാണ് വന്നത്. ഒരു ചേട്ടനെ എന്റെ ഇവിടെ ഇവിടെ ഒക്കെ തൊട്ട്. എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. ആദ്യം ഞാൻ സ്റ്റക്കായി പോയി. ഒരു നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. പിന്നെയും ആ കൈ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിന് വേണ്ടിയുള്ള പെണ്ണുങ്ങളെ കൂട്ടത്തിൽ എന്നെയും പെടുത്തിയാലോ? ആ ബസ്സിൽ എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നെന്നറിയാമോ? ഒരുപക്ഷെ അവർക്കും പേടിയായിരിക്കും. ദീപക് ചേട്ടൻ ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം. ഷിംജിത് ഒരു പക്ഷെ റീച്ചിന് വേണ്ടി ചെയ്തതായിരിക്കാം. ഓരോ പ്രാവശ്യവും എന്നെ തൊട്ടപ്പോഴും മരിച്ചു പോയെങ്കിലെന്ന് തോന്നിപ്പോയി. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല. ഇനിയിപ്പോൾ എല്ലാ വൃത്തികെട്ടവന്മാർക്കും ഇതൊരു കാരണമായി. ഇന്നെനിക്ക് പേടിയായിരുന്നു, പക്ഷെ എന്നും എനിക്ക് ആ പേടി ഉണ്ടായിരിക്കത്തില്ല. കൂടിപ്പോയാൽ പറയുമായിരിക്കും റീച്ചിന് വേണ്ടിയാണെന്ന്. പറയട്ടെ, ഇനി ഡെയിലി എത്ര കാഴ്ചകൾ ഇങ്ങനെ കണ്ടാലും ആരും പ്രതികരിക്കൂല. കാരണം ഇപ്പോൾ ഉള്ള ആമ്പിള്ളേരെല്ലാം ദീപക്കും പെമ്പിള്ളേരെല്ലാം ഷിംജിതയാണ്.